Today we are planning to discuss about the accessing IO devices. How to access IO devices by our microprocessor. അപ്പോൾ നമ്മുടെ ഒരു സെൻട്രൽ മെയിൻ കമ്പോണൻ്റ് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ മെയിൻ കമ്പോണൻ്റ് എന്നുള്ളത് മൈക്രോപ്രൊസസ്സറാണെന്ന് നമുക്കറിയാം. അപ്പോൾ മൈക്രോപ്രൊസസ്സർ എങ്ങനെയാണ് ഡിഫറെൻറ്റ് IO ഡിവൈസുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു സിമ്പിളി നമ്മളതിൻ്റെ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം we can represent like this. In this case this is our microprocessor, central processing unit, or CPU is our microprocessor. So we have arithmetic and logic unit, then control unit, then some register file, then one part of cache memory. Everything will be inside the CPU, and this is our input output system. Okay, and corresponding to processor we will have a number of instruction set or instructions that will be executed by our processor. The next step is how to access the data, or how to transfer data between processor and input output devices, that we have to discuss. So we can consider a single bus structure of our processor, of our computer system. So this is our processor. Then processor can communicate with other components, that is memory, then IO devices 1, 2, 3 up to n through a single bus. This is a single bus structure. The bus enables all devices connected to it and exchange information. Typically the bus consists of 3 sets of lines used to carry address, data, and a control signals. Based on the type of signals we can have address bus, data bus, and a control bus. Each IO device is assigned a unique set of addresses, and based on that address processor will communicate with or identify different IO devices. And there are two type of mapping, or how the addresses are given to IO devices. അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് രണ്ട് ടൈപ്പ് മാപ്പിംഗ് ഉണ്ട്. IO മാപ്പിംഗ് എന്നാണ് നമ്മൾ അതിന് പറയുന്നത്. അപ്പം എങ്ങനെയാണ് IO ഡിവൈസുകൾക്ക് നമ്മൾ അഡ്രസ് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. We can have two type of IO mapping. They are memory mapped IO and IO mapped IO or isolated IO. The first case is memory mapped IO. അപ്പോൾ ഈ മെമ്മറി മാപ്പ്ഡ് IOൻ്റെ കേസിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോമൺ മെമ്മറിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന അഡ്രസ് സ്പേസിൻ്റെ ഒരു റീജിയൻ തന്നെ നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുകയാണ്, വി ആർ യൂസിങ് ഫോർ IO. അപ്പോൾ അതാണ് മെമ്മറി മാപ്പ്ഡ് IO എന്ന് പറയുന്നത്. ഡിവൈസസ് ആൻഡ് മെമ്മറി ഷെയർ ആൻഡ് അഡ്രസ് സ്പേസ്. IO ലുക്സ് ജസ്റ്റ് ലൈക്ക് മെമ്മറി റീഡ് റൈറ്റ്, നോ സ്പെഷ്യൽ കമാൻഡ്സ് ഫോർ IO. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് മെമ്മറിക്കകത്ത് യൂസ് ചെയ്യുന്ന അതേ ഇൻസ്ട്രക്ഷൻ IO, അത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യാം. അതാണ് മെമ്മറി മാപ്പ്ഡ് IO എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതിന് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാണിക്കാം, ഒരു ഡയഗ്രാം വെച്ച് കാണിക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ അഡ്രസ് സ്പേസ് എന്ന് വിചാരിക്കുക. അഡ്രസ് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഇതിനകത്ത് എത്ര അഡ്രസ്സ് നമുക്ക് പോസിബിൾ ആണെന്നുള്ളതാണ്. അപ്പം ഈ ഷെയർഡ് IO അല്ലെങ്കിൽ മെമ്മറി മാപ്പ്ഡ് IOൻ്റെ കേസിൽ നമുക്കറിയാം അഡ്രസ് വിൽ സ്റ്റാർട്ട് ഫ്രം 0 ടു എ നമ്പർ, ഒരു എന്താണ് മാക്സിമം നമ്പർ, ഞാൻ M എന്ന് കൊടുക്കുകയാണ് ഇവിടെ ഒരു അഡ്രസ്സ്. അപ്പോൾ ഇനി ഈ മെമ്മറി മാപ്പ്ഡ് IOൻ്റെ കേസിൽ എന്ത് ചെയ്യും, ഈ മെമ്മറിക്കകത്ത് നിന്ന് ഒരു റീജിയൻ, എവിടെയെങ്കിലും ഒരു റീജിയൻ എടുത്തിട്ട് എന്ത്, മെമ്മറി എന്നല്ല, മെമ്മറി അഡ്രസ് സ്പേസ്, ദിസ് ഈസ് അവർ അഡ്രസ് സ്പേസ്. ദിസ് ഈസ് അവർ അഡ്രസ് സ്പേസ്. അഡ്രസ് സ്പേസ്. അപ്പോൾ ഈ അഡ്രസ് സ്പേസിനകത്ത് ഒരു റീജിയൻ എന്ത് ചെയ്യും, IOക്ക് വേണ്ടി റിസർവ് ചെയ്ത് കൊടുക്കുക, ബാക്കിയുള്ള പാർട്ടൊക്കെ മെമ്മറിക്ക് വേണ്ടി തന്നെ യൂസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറിക്കകത്തുനിന്ന് ഡാറ്റ റീഡ് ചെയ്യാനോ റൈറ്റ് ചെയ്യാനോ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ ഏതാണോ ആ ഇൻസ്ട്രക്ഷൻ തന്നെ നമുക്ക് എന്തിനു വേണ്ടി യൂസ് ചെയ്യാം, IO ഡിവൈസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യാം. ഓക്കെ, ലാർജ് സെലക്ഷൻ ഓഫ് മെമ്മറി ആക്സസ് കമാൻഡ്സ് അവൈലബിൾ. ദെൻ IO മാപ്പ്ഡ് IO or ഐസൊലേറ്റഡ് IO. ഈ കേസിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ മെമ്മറിക്ക് വേണ്ടിയിട്ട് വേറൊരു അഡ്രസ് സ്പേസും IOക്ക് വേണ്ടി വേറൊരു അഡ്രസ് സ്പേസും ഉണ്ടായിരിക്കും. IO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, ഇൻപുട്ട് ഔട്ട്പുട്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇൻപുട്ട് ഔട്ട്പുട്ട്. ഓക്കെ,
അപ്പോൾ ഇത് നമ്മുടെ മെമ്മറി അഡ്രസ് സ്പേസ്. ഇനി IOക്ക് വേണ്ടി എന്തായിരിക്കും, വേറൊരു ഇത്രയും സൈസ് വേണ്ട, സോറി, നമുക്ക് കുറച്ചുകൂടി ചെറിയ അഡ്രസ് സ്പേസ് മതി. This is IO address space. IO address space. ഇതും എന്താണ്, ദിസ് അഡ്രസ് വിൽ ആൾസോ സ്റ്റാർട്ട് ഫ്രം 0 ആൻഡ് സം തൽക്കാലം ഇതിന് M1 എന്ന് കൊടുക്കുകയാണ്, ഇത് M2 എന്ന് കൊടുക്കുകയാണ്. ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാക്സിമം അഡ്രസ് എന്നുള്ള രീതിയിലാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഒരു 500 എന്നുള്ള അഡ്രസ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെയും 500 എന്നുള്ള അഡ്രസ്സ് ഉണ്ടായിരിക്കും. പക്ഷേ ഈ 500 എന്നുള്ള എന്താണ്, മെമ്മറി അഡ്രസ്സാണ്. ഈ 500 എന്നുള്ള എന്താണ്, IO അഡ്രസ്സാണ്. ഓക്കെ, ദാറ്റ് ഈസ് സെപ്പറേറ്റ് അഡ്രസ് സ്പേസ്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മറി അഡ്രസ് സ്പേസ് വേസ്റ്റ് ആവുന്നില്ല എന്നുള്ളതാണ്, സെപ്പറേറ്റ് അഡ്രസ് സ്പേസ് യൂസ് ചെയ്യുമ്പോൾ. പക്ഷേ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് ടു ഡിസൈൻ, ഓർ പ്രോസസർ ഡിസൈനർ ഹാസ് ടു ഡിസൈൻ സെപ്പറേറ്റ് ഇൻസ്ട്രക്ഷൻ ഫോർ IO ട്രാൻസ്ഫർ. IO ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് IO ഡിവൈസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഇൻസ്ട്രക്ഷൻസ് ഡിസൈൻ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇതാണ് സെപ്പറേറ്റ് IO മാപ്ഡ്. IO മീൻസ് സെപ്പറേറ്റ് അഡ്രസ് സ്പേസ്, നീഡ് IO ഓർ മെമ്മറി സെലക്ട് ലൈൻസ്, സ്പെഷ്യൽ കമാൻഡ്സ് ഫോർ IO ലിമിറ്റഡ് സെറ്റ്. The next is IO interface for an input device. അപ്പോൾ ഇനി നമുക്കറിയാം ഒരു പ്രോസസ്സർ എന്നുള്ളത് എന്താണ്, ഒരു ഹൈ സ്പീഡ് ഡിവൈസാണ്. Processor is an high speed device. Assume that this is our processor or CPU. And this one is our IO device. This is our IO device. IO device. Okay. Then the processor wants to communicate with IO device. അപ്പോൾ ഇതൊരു വെരി ഹൈ സ്പീഡ് ഡിവൈസ് ആയിരിക്കും. അപ്പം ഈ പ്രോസസ്സറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ IO ഡിവൈസിൻ്റെ സ്പീഡ് എന്നുള്ളത് എന്തായിരിക്കും, ഇത് സ്ലോ ആയിരിക്കും. അപ്പോൾ ഇത് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ദർ മസ്റ്റ് ബി സം സിങ്ക്രണൈസേഷൻ. അപ്പോൾ അതിനുവേണ്ടി ഈ IO ഡിവൈസിനകത്ത് കുറേ സർക്യൂട്ടുകളൊക്കെ ഉണ്ടായിരിക്കും. സ്പെഷ്യൽ സർക്യൂട്ട്, ഒരു ചെറിയൊരു സർക്യൂട്ട് ബോർഡ് ഉണ്ടായിരിക്കും. നമ്മൾ അതിന് IO ഇൻ്റർഫേസ് എന്ന് പറയും. IO ഇൻ്റർഫേസ് സർക്യൂട്ട്. അപ്പോൾ ആ സർക്യൂട്ടിനകത്ത് കുറേ രജിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഞാനതിനെ ഒന്നുകൂടി ഇങ്ങനെ കാണിക്കുകയാണ്. So corresponding to an IO device there will be an interface circuit. That circuit is responsible for the synchronization between CPU and IO device. So that this is our IO interface. Then this interface, this has a different type of registers. One is data register, then status register and control or command register. ഇങ്ങനെ കുറേ രജിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. ഈ IO ഇൻ്റർഫേസ് കാർഡ് അല്ലെങ്കിൽ സർക്യൂട്ട് ബോർഡിനകത്ത് ഡാറ്റ രജിസ്റ്റർ ഉണ്ട്, സ്റ്റാറ്റസ് രജിസ്റ്റർ ഉണ്ട്, കൺട്രോൾ രജിസ്റ്റർ ഉണ്ട്. അപ്പോൾ ഈ രജിസ്റ്റേഴ്സ് ഒക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ പറഞ്ഞു CPUയും IO ഡിവൈസും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെ സിങ്ക്രണൈസ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഡാറ്റ രജിസ്റ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതൊരു ഫോർ എക്സാമ്പിൾ ഇതൊരു ഇൻപുട്ട് ഡിവൈസാണെന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, ഈ ഡിവൈസിൽ നിന്ന് ഇങ്ങോട്ട് ഡാറ്റ സെൻഡ് ചെയ്യാനായിരിക്കും ഉണ്ടാവുക അല്ലേ. അപ്പോൾ പ്രോസസ്സർ എന്ത് ചെയ്യും, ഈ ഡാറ്റ രജിസ്റ്ററിനകത്തുനിന്ന് ഡാറ്റ
റീഡ് ചെയ്തെടുക്കും. ഇതിനകത്തുള്ള ഡാറ്റ എവിടെ ഉണ്ടാവും? ഡാറ്റ രജിസ്റ്ററിനകത്ത് ഉണ്ടായിരിക്കും. ആ ഡാറ്റ എന്ത് ചെയ്യും? പ്രോസസ്സർ റീഡ് ചെയ്തെടുക്കും. എക്സാമ്പിൾ ആണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഒരു കീബോർഡ് എന്നുള്ള കേസ്, കീബോർഡ്. അപ്പോൾ കീബോർഡിനകത്തൊരു കീ പ്രസ് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡാറ്റ എവിടെ ഉണ്ടാവും? ഡാറ്റ രജിസ്റ്ററിനകത്ത് ഉണ്ടാവും. അതെന്ത് ചെയ്യും? CPU-ന് റീഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇതിനകത്ത് വേറെ കേസ് വരുന്നത് എപ്പോഴാണ് ഡാറ്റ അവൈലബിൾ ആവുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കീ പ്രസ് ചെയ്യുമ്പോൾ ഡാറ്റ കീബോർഡിനകത്ത് ഈ രജിസ്റ്ററിനകത്ത് വരും, പക്ഷേ പ്രോസസ്സർ അത് എങ്ങനെ അറിയും എന്നുള്ളതാണ്. അപ്പോൾ അത് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രജിസ്റ്ററാണ് എന്ത്? സ്റ്റാറ്റസ് രജിസ്റ്റർ എന്നുള്ള രജിസ്റ്ററുണ്ട്. അപ്പോൾ ഈ സ്റ്റാറ്റസ് രജിസ്റ്ററിനകത്ത് ഇപ്പോൾ കീബോർഡിനകത്ത് നമ്മൾ അസ്യൂം ചെയ്യുകയാണ് SIN എന്നുള്ള നമ്മളൊരു ഇങ്ങനെ രജിസ്റ്റർ ഒരു ബിറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ SIN ബിറ്റ് ഈ സ്റ്റാറ്റസ് രജിസ്റ്ററിനകത്തുള്ള ഒരു ബിറ്റാണ്. ഇതിനകത്ത് വേറെയും കുറേ ബിറ്റുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ കീബോർഡിനകത്ത് ഡാറ്റ അവൈലബിൾ ആകുമ്പോൾ ഈ SIN ബിറ്റ് എന്താവും? 1 ആവും. അപ്പോൾ പ്രോസസ്സർ എന്ത് ചെയ്യും? ജസ്റ്റ് ഇങ്ങനെ ഡാറ്റ രജിസ്റ്ററിൽ നിന്ന് റീഡ് ചെയ്യുന്നതിന് പകരം ആദ്യം എന്ത് ചെയ്യും? ഈ സ്റ്റാറ്റസ് രജിസ്റ്റർ റീഡ് ചെയ്യും, ചെക്ക് ചെയ്യും വെദർ ഡാറ്റ ഈസ് അവൈലബിൾ വിത്തിൻ ദി ഡാറ്റ രജിസ്റ്റർ. അപ്പോൾ ഈ SIN എന്നുള്ള ബിറ്റ് ഉണ്ടല്ലോ, ആ SIN ബിറ്റിനെ എന്ത് ചെയ്യും? അതാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ SIN ബിറ്റ് 1 ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? CPU ഡാറ്റ രജിസ്റ്ററിനകത്ത് നിന്ന് റീഡ് ചെയ്തെടുക്കുള്ളൂ. SIN ബിറ്റ് 0 ആണെങ്കിൽ എന്ത് ചെയ്യണം? CPU ഹാസ് ടു വെയിറ്റ് അണ്ടിൽ ഡാറ്റ ഈസ് അവൈലബിൾ വിത്തിൻ ദി ഡാറ്റ രജിസ്റ്റർ ആൻഡ് സ്റ്റാറ്റസ് ബിറ്റ് വിൽ ബിക്കം 1. അപ്പം കീബോർഡ് റെഡി ആണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതുപോലെയുള്ള ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ത്? സ്റ്റാറ്റസ് രജിസ്റ്റർ എന്ന് പറയുന്നത്. ഇനി കൺട്രോൾ രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് രജിസ്റ്ററും കൂടിയുണ്ട്. ആ രജിസ്റ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കീബോർഡ് എന്നല്ല ഏതെങ്കിലും ഡിഫറൻറ്റ് ടൈപ്പ് IO ഡിവൈസുകൾ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് നമ്മൾ അതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ ഡിവൈസിനൊന്ന് ഇനീഷ്യലൈസ് ചെയ്യേണ്ടി വരും. അതിനകത്ത് കുറച്ച് ഇനീഷ്യൽ കോൺഫിഗറേഷൻസ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ കോൺഫിഗറേഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു രജിസ്റ്ററാണ് എന്ത്? കൺട്രോൾ അല്ലെങ്കിൽ കമാൻഡ് രജിസ്റ്റർ എന്നൊക്കെ പറയും. കൺട്രോൾ ഓർ കമാൻഡ് രജിസ്റ്റർ, കൺട്രോൾ ഓർ കമാൻഡ് രജിസ്റ്റർ എന്ന് പറയും. ഓക്കെ, ആ ഡിവൈസിനെ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ്, അത് ഇനീഷ്യൽ കോൺഫിഗറേഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. കേൾക്കുന്നുണ്ടല്ലോ? കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, അപ്പോൾ അത്രയാണ് ജനറലി നമുക്ക്. അപ്പോൾ ഇത് ഇൻപുട്ട് ഡിവൈസിൻ്റെ കേസ്. അപ്പോൾ ഇനി ഔട്ട്പുട്ട് ഡിവൈസ് ആണെങ്കിൽ എന്തായിരിക്കും? ഇതുപോലെ നമുക്ക് എന്താണ് അതിൻ്റെ കേസിലും ഡാറ്റ സ്റ്റാറ്റസ് കൺട്രോൾ രജിസ്റ്റർ ഉണ്ട്. പക്ഷേ ഡാറ്റ എന്തായിരിക്കും? നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഔട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഓക്കെ, തൽക്കാലം നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് അപ്പുറത്ത് പറയുന്നുണ്ട്. തൽക്കാലം ഇങ്ങനെ ഒരു ഓവർവ്യൂ മനസ്സിലാക്കിയേക്കുക. അതായത് ഡാറ്റ രജിസ്റ്റർ ഉണ്ട്, സ്റ്റാറ്റസ് രജിസ്റ്റർ ഉണ്ട്, കൺട്രോൾ രജിസ്റ്റർ എല്ലാം ഉണ്ട്. അതിൻ്റെ ആ ഒരു ചിപ്പിൽ അത് എൻബഡ് ചെയ്തിട്ടുള്ള സർക്യൂട്ട് ബോർഡിനെ നമുക്ക് അതിൻ്റെ ഒരു IO ഇൻ്റർഫേസ് എന്ന് പറയാം. അപ്പോൾ കറസ്പോണ്ടിങ് ടു ഈച്ച് ഡിവൈസ് ദെർ വിൽ ബി ആൻ IO ഇൻ്റർഫേസ്. ഓക്കെ, വേറെയും സർക്യൂട്ടുകളൊക്കെ അതിനകത്ത് ഉണ്ടായിരിക്കും. ഞാനൊരു സിംപ്ലിസിറ്റിക്ക് വേണ്ടി ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഡയഗ്രാം നോക്കാം. സോ IO ഇൻ്റർഫേസ് ഫോർ ആൻ ഇൻപുട്ട് ഡിവൈസ്. ദി പിന്നെ അഡ്രസ് ഡീകോഡ് എന്നുള്ളൊരു പാർട്ടും കൂടി ഉണ്ടായിരിക്കും. അതായത് ഇതിൻ്റെ അടുത്ത് വരുന്ന അഡ്രസ്സുകളൊക്കെ എന്ത് ചെയ്യണം? ഡീകോഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് IO ഒരു അഡ്രസ് ബസ്സിനകത്തൂടെ ഒരു അഡ്രസ്സ് വരുമ്പോൾ ഈ ഡിവൈസിന് മനസ്സിലാക്കാൻ പറ്റണം, ഓക്കെ ദിസ് അഡ്രസ് ഈസ് കറസ്പോണ്ടിങ് ടു മീ, എന്നിട്ട് അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സർക്യൂട്ടാണ് അഡ്രസ് ഡീകോഡർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു നേരത്തെ പറഞ്ഞ ബസ് എന്ന് പറയുന്നത്. ഈ ബസ്സിനകത്ത് എന്താണ്? അഡ്രസ് ബസ് ഉണ്ട്, ഡാറ്റ ബസ് ഉണ്ട്, കൺട്രോൾ ബസ് ഉണ്ട്. Okay, so the address decoder, the data and status registers and the control circuitry required to coordinate the IO transfers constitute the device's interface circuit. So this is the input device and corresponding interface. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ IO ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? അഡ്രസ് ഡീകോഡർ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ കൺട്രോൾ സർക്യൂട്ട് നേരത്തെ പറഞ്ഞില്ല, കൺട്രോൾ രജിസ്റ്റർ ഓർ കമാൻഡ് രജിസ്റ്റർ, ഡാറ്റ രജിസ്റ്റർ ആൻഡ് സ്റ്റാറ്റസ് രജിസ്റ്റർ. അതെന്തിനാന്നുള്ള ഒരു ജനറിക് എക്സാമ്പിൾ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇനി IO ഡിവൈസുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി കുറേ മെത്തേഡ്സ് ഉണ്ട്. പ്രോഗ്രാം കൺട്രോൾഡ് IO, ഇൻറ്ററപ്റ്റ് ഡ്രിവൺ IO, ഡയറക്റ്റ് മെമ്മറി ആക്സസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് മൂന്നുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് നമ്മൾ പറയുന്നത് പ്രോഗ്രാം കൺട്രോൾഡ് IO ആണ്. ഓക്കെ, അപ്പോൾ പ്രോഗ്രാം കൺട്രോൾഡ് IO പറയുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ടതുണ്ട്. അതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ കൺസിഡർ എ സിമ്പിൾ എക്സാമ്പിൾ ഓഫ് IO ഓപ്പറേഷൻസ് ഇൻവോൾവിംഗ് എ കീബോർഡ് ആൻഡ് ഡിസ്പ്ലേ ഡിവൈസ് ഇൻ എ കമ്പ്യൂട്ടർ സിസ്റ്റം. The 4 registers shown below are used in the data transfer: data in register, data out register, status and control register. അപ്പോൾ നമ്മൾ നേരത്തെ ജസ്റ്റ് പറഞ്ഞതാണ്. അപ്പോൾ ഇതാണ്
കൺസിഡർ എ സിമ്പിൾ എക്സാമ്പിൾ ഓഫ് IO ഓപ്പറേഷൻസ് ഇൻവോൾവിംഗ് എ കീബോർഡ് ആൻഡ് ഡിസ്പ്ലേ ഡിവൈസ് ഇൻ എ കമ്പ്യൂട്ടർ സിസ്റ്റം. അപ്പോൾ ഞാൻ പറഞ്ഞു ഓരോ ഡിവൈസിനും കറസ്പോണ്ടിങ് ആയിട്ടും അതിൻ്റെ ഇൻ്റർഫേസ് കാർഡിനകത്ത് കുറേ രജിസ്റ്റേഴ്സ് ഉണ്ട്, വേറെയും കുറേ സംഭവങ്ങളുണ്ടായിരിക്കും. നമ്മൾ തൽക്കാലം കുറച്ച് രജിസ്റ്റേഴ്സ് ഉണ്ടെന്ന് മാത്രം അസ്യൂം ചെയ്യുകയാണ്. അപ്പോൾ ഡാറ്റ രജിസ്റ്റർ, സ്റ്റാറ്റസ്, കൺട്രോൾ, ഇത് ഡിസ്പ്ലേ ഡിവൈസാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ എക്സാമ്പിൾ ഒരു പ്രിൻ്ററോ അല്ലെങ്കിൽ എന്താണ് മോണിറ്ററോ അങ്ങനെ എന്തെങ്കിലും ആണെന്ന് വിചാരിക്കുക. ഞാൻ കുറച്ചുകൂടി നമുക്കൊരു പറയാൻ ഈസിനെസ്സിന് വേണ്ടി ഇതൊരു പ്രിൻ്റർ, ക്യാരക്ടർ പ്രിൻ്ററാണെന്ന് അസ്യൂം ചെയ്യാം. ഡിസ്പ്ലേ എന്നുള്ളത് എന്താണ്, അവിടെ ഒരു ഡിലേ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു പ്രിൻ്ററാണെന്ന് അസ്യൂം ചെയ്യാം. ക്യാരക്ടർ പ്രിൻ്റർ എന്നാണ് നമ്മുടെ ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് അസ്യൂം ചെയ്യാം. കീബോർഡ്, then consider a simple example of IO operations involving keyboard and a display device in a computer system. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് കൺട്രോൾ രജിസ്റ്റർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, അതിന് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഇതിൻ്റെ സ്റ്റാറ്റസ് രജിസ്റ്റർ. അപ്പോൾ സ്റ്റാറ്റസ് രജിസ്റ്ററിനകത്ത് കുറേ ബിറ്റുകൾ ഉണ്ടായിരിക്കും. ഇതൊരു ബിറ്റ് കോഡഡ് ആണ്. അപ്പോൾ കറസ്പോണ്ടിങ് ടു ഈച്ച് ബിറ്റ് ദർ വിൽ ബി 1 സിഗ്നിഫിക്കൻസ്. അത് 1 ആണെങ്കിൽ അതൊന്നായിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, 0 ആണെങ്കിൽ വേറെ എന്തോ ആയിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഡാറ്റ ഇൻ രജിസ്റ്ററാന്ന് പറഞ്ഞാൽ ഡാറ്റ രജിസ്റ്ററാണ്. ഇവിടെ ഡിസ്പ്ലേയുടെ കേസിലാണെങ്കിലും ഡാറ്റ ഔട്ടായിരിക്കും അപ്പോൾ ഉണ്ടാവുക. നമ്മൾ അങ്ങോട്ട് ഡാറ്റ റൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിൻ്റെ സ്റ്റാറ്റസ് രജിസ്റ്ററുണ്ട്, കൺട്രോൾ രജിസ്റ്ററുണ്ട്. അപ്പോൾ ഇനി നേരത്തെ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഒരു കീബോർഡിനകത്ത് കീ പ്രസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എ എന്നുള്ളൊരു ക്യാരക്ടർ നമ്മൾ പ്രസ് ചെയ്തു കീബോർഡിനകത്ത്. അപ്പോൾ എ എന്നുള്ള ക്യാരക്ടർ പ്രസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ആ എ എന്നുള്ള ക്യാരക്ടർ ഇവിടെ വരും, ഡാറ്റ രജിസ്റ്ററിനകത്ത് ഉണ്ടാവും എ എന്നുള്ള ക്യാരക്ടർ, അല്ലെങ്കിൽ അതിൻ്റെ ആസ്കി വാല്യൂ. ഓക്കെ, ഇനി ഈ എസ് ഇൻ ബിറ്റ് എന്താവും, എസ് ഇൻ ബിറ്റ് 1 ആവും. ഞാൻ നേരത്തെ പറഞ്ഞ എസ് ഇൻ എന്നുള്ള സ്റ്റാറ്റസ് ബിറ്റാണ് അതുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഡാറ്റ ഇൻ എന്നുള്ള മീനിങ്ങിൽ സ്റ്റാറ്റസ് ഇൻ. അപ്പോൾ ഡാറ്റ അവൈലബിൾ ആണെന്നുള്ള 1 ആയി സെറ്റ് ആയിട്ടുണ്ടായിരിക്കും. ഇനി പ്രോസസ്സർ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, പ്രോസസ്സർ വിൽ റീഡ് കണ്ടിന്യൂസ്ലി മോണിറ്റർ സ്റ്റാറ്റസ് രജിസ്റ്റർ. ഈ സ്റ്റാറ്റസ് രജിസ്റ്ററിനെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കും. മോണിറ്റർ ചെയ്യാൻ പറഞ്ഞാൽ അങ്ങനെ റീഡ് ചെയ്യും. പ്രോസസ്സർ റീഡ് ചെയ്തിട്ട് പ്രോസസ്സർ ചെക്ക് ചെയ്യും. ഈ ഫസ്റ്റ് 0th ബിറ്റാണല്ലോ ഇത് വരുന്നത്, എസ് എന്നുള്ള ബിറ്റ് വരുന്നത്. നമ്മൾ തൽക്കാലം ഈ ഒരു കേസിൽ അത് മാത്രമാണ് ചെക്ക് ചെയ്യുന്നത്. എസ് എന്നുള്ള ബിറ്റ് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ കണ്ടിന്യൂസ്ലി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. എസിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ പ്രോസസ്സർ വെയിറ്റ് ചെയ്യും, കാരണം ഡാറ്റ ഈസ് നോട്ട് അവൈലബിൾ. അപ്പോൾ വെനെവർ ദി വാല്യൂ ഓഫ് എസ് ഇൻ വിൽ ബിക്കം 1, ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ഡാറ്റ ഈസ് അവൈലബിൾ ഇൻ ഡാറ്റ രജിസ്റ്റർ. അപ്പോൾ പ്രോസസ്സർ എന്ത് ചെയ്യും, ദെൻ പ്രോസസ്സർ വിൽ റീഡ് ഫ്രം ദിസ് വൺ. എന്ത് ചെയ്യും, ഈ ഡാറ്റ ഇൻ രജിസ്റ്ററിനകത്ത് നിന്ന് റീഡ് ചെയ്തെടുക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് പ്രോസസ്സർ റീഡ് ചെയ്യും. അതുവരെ അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് എന്തിൻ്റെ കേസ്. അപ്പോൾ ഇങ്ങനെ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോസസ്സർ, വെനെവർ ദി പ്രോസസ്സർ റീഡ്സ് ഡാറ്റ ഫ്രം ഡാറ്റ ഇൻ രജിസ്റ്റർ, ദി എസ് ഇൻ ബിറ്റ് വിൽ ബിക്കം ഓട്ടോമാറ്റിക്കലി 0. അങ്ങനെയാണ് ഈ സർക്യൂട്ട് ഉള്ളത്. ഓക്കെ, 0 ആവും. പിന്നെ വീണ്ടും പ്രസ് ചെയ്യുമ്പോൾ അത് 1 ആവും. അപ്പോൾ വീണ്ടും റീഡ് ചെയ്തെടുക്കും. അപ്പോൾ ഈ ഡാറ്റ റീഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അത് ഇവിടുന്ന് പോയി എന്നുള്ള മീനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. ഡാറ്റ ഈസ് നോട്ട് ദെയർ എന്നുള്ള മീനിങ്. ഓക്കെ, ഇനി അടുത്തത് ഈ ഡാറ്റ ഔട്ട് ചെയ്യുന്ന കേസ് എന്ന് വിചാരിക്കുക. പ്രോസസ്സർ ഒരു ക്യാരക്ടർ പ്രിൻറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് പ്രിൻറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കറിയാം പ്രിൻ്റർ എന്നുള്ളത് എന്താണ്, ഒരു സ്ലോ ഡിവൈസാണ്. അപ്പോൾ പ്രിൻ്ററിനകത്തോട് ഒരു ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ക്യാരക്ടർ പ്രിൻ്ററാണെന്ന് വിചാരിക്കുക. നിങ്ങളത് കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. ഡോട്ട് മാട്രിക്സ് പ്രിൻ്റർ എന്നൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? ഡോട്ട് മാട്രിക്സ് പ്രിൻ്റർ നിങ്ങൾ കണ്ടതല്ലേ, അറിയുന്നതല്ലേ? അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു പ്രിൻ്റർ എന്നുള്ളൊരു സ്ലോ ഡിവൈസാണ്. അപ്പോൾ തൽക്കാലം നമുക്ക് ഡോട്ട് മാട്രിക്സ് പ്രിൻ്ററാണെന്ന് വിചാരിക്കുക, കുറച്ചുകൂടി ഒരു എക്സ്പ്ലനേഷൻ ഈസി ആക്കാൻ വേണ്ടിയിട്ട്. അത് കുറച്ചുകൂടി സ്ലോ ആയിരിക്കും, ക്യാരക്ടർ ബൈ ക്യാരക്ടറായിട്ട് പ്രിൻ്റ് ചെയ്യുന്നു എന്നുള്ള അസംഷൻ. ഓക്കെ, അപ്പോൾ ഇനി നമുക്കൊരു ലൈന് പ്രിൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് കുറേ ക്യാരക്ടേഴ്സൊക്കെ ഉണ്ടായിരിക്കും എന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു സിംപ്ലിസിറ്റിക്ക് വേണ്ടി നമുക്കൊരു ക്യാരക്ടർ മാത്രം സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു രജിസ്റ്ററാണ് ഇവിടെ ഉള്ളതെന്ന് അസ്യൂം ചെയ്യുക, പ്രിൻ്ററിനകത്തുള്ളത്. ആക്ച്വൽ പ്രിൻ്ററിനകത്ത് അതിലും വലിയ ബഫറായിരിക്കും. നമ്മൾ തൽക്കാലം നമുക്ക് സിംപ്ലിസിറ്റിക്ക് വേണ്ടി അങ്ങനെ പറയാമെന്ന് വിചാരിക്കും. അപ്പോൾ ഇനി പ്രോസസ്സർ എന്ത് ചെയ്യണം, ഒരു ക്യാരക്ടർ പ്രിൻ്റ് ചെയ്യാനുള്ള ഒരു ക്യാരക്ടർ സെൻഡ് ചെയ്തു. പ്രോസസ്സർ സെൻസ് എ ക്യാരക്ടർ. ഫോർ എക്സാമ്പിൾ എ എന്നുള്ള ക്യാരക്ടറിനെന്ന് വിചാരിക്കും. അതിങ്ങനെ ഡാറ്റാബേസുമായി ഇങ്ങോട്ട് സെൻഡ് ചെയ്തു എ എന്നുള്ള ക്യാരക്ടർ. അപ്പോൾ ആ ക്യാരക്ടർ എന്ത് ചെയ്യും, ഇങ്ങോട്ട് കൊടുക്കണം. അപ്പോൾ എ എന്നിവിടെ കൊടുത്തു. അപ്പോൾ എ കൊടുത്തു കഴിഞ്ഞാൽ
അപ്പോൾ പ്രിൻ്ററിന് അത് പ്രിൻ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഉടനെ എന്ത് ചെയ്യും, ഈ എസ് ഔട്ടിനെ അത് 0 ആക്കി കൊടുക്കും. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൗ പ്രിൻ്റർ ഈസ് ബിസി. എസ് ഔട്ട് 0 ആക്കി കൊടുത്തു കഴിഞ്ഞാൽ മീനിങ് നൗ പ്രിൻ്റർ ഈസ് ബിസി. അപ്പോൾ വേറെ ക്യാരക്ടറൊന്നും ഇനി ഇപ്പം തന്നെ തരരുത്, ഇത് കഴിഞ്ഞിട്ട് തന്നാൽ മതി എന്നുള്ള മീനിങ്. അപ്പോൾ ഉടനെ തന്നെ എന്താണ് അടുത്ത ഒരു വേറെ ക്യാരക്ടർ ബി എന്നുള്ള ക്യാരക്ടർ കൂടി സെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങോട്ട് ഇത് പ്രിൻ്റ് ചെയ്യാൻ കഴിയില്ല ഉടനെ തന്നെ. ഇവിടെ ബഫറിനകത്ത് സ്പേസും ഇല്ല, ഒറ്റ സിംഗിൾ ക്യാരക്ടർ ബഫറാന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു കേസിൽ അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എന്ത് എസ് ഔട്ട് എന്നുള്ള സ്റ്റാറ്റസ് ബിറ്റ് ഉണ്ട്. ഈ എസ് ഔട്ട് എന്നുള്ള സ്റ്റാറ്റസ് ബിറ്റ് ഉണ്ട്. ദാറ്റ് ഈസ് പ്രസൻറ്റ് വിത്തിൻ ദി സ്റ്റാറ്റസ് രജിസ്റ്റർ ഓഫ് ദി പ്രിൻ്റർ. ഓക്കെ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, ഒരു ക്യാരക്ടർ സെൻഡ് ചെയ്യുന്നതിന് മുമ്പ് പ്രോസസ്സർ ഇവിടെയും ചെക്ക് ചെയ്യണം വെദർ ദി പ്രിൻ്റർ ഈസ് റെഡി ഫോർ ആക്സെപ്റ്റിംഗ് നെക്സ്റ്റ് ക്യാരക്ടർ. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടി എന്താ ചെയ്യുക, പ്രോസസ്സർ ആദ്യം ഇതിൻ്റെ സ്റ്റാറ്റസ് രജിസ്റ്റർ റീഡ് ചെയ്ത് നോക്കും. അതാണ് ശരിക്കും ചെയ്യേണ്ടത്. ആദ്യം എന്ത് ചെയ്യണം, പ്രോസസ്സർ ഹാസ് ടു റീഡ് ദി, ഇത് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, പ്രോസസ്സർ ഹാസ് ടു റീഡ് ദി സ്റ്റാറ്റസ് രജിസ്റ്റർ ഓഫ് ദി പ്രിൻ്റർ. പ്രിൻ്ററിൻ്റെ സ്റ്റാറ്റസ് രജിസ്റ്റർ റീഡ് ചെയ്ത് നോക്കും. റീഡ് ചെയ്തിട്ട് അതിനകത്ത് എസ് ഔട്ട് ബിറ്റ്, ഈ എസ് ഔട്ട് എന്നുള്ള ബിറ്റ് ഉണ്ടല്ലോ അതിൻ്റെ വാല്യൂ നോക്കും. ഈ പ്രിൻ്റർ റെഡി ആണെങ്കിൽ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും, 1 ആയിരിക്കും. ഈ പ്രിൻ്റർ ഈസ് റെഡി, ദി വാല്യൂ ഓഫ് ദി എസ് ഔട്ട് വിൽ ബി 1. അതായത് നൗ പ്രിൻ്റർ ഈസ് റെഡി ഫോർ പ്രിൻറ്റിങ്. അപ്പോൾ എസ് ഔട്ടിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ പ്രോസസ്സർ ഒരു ക്യാരക്ടറിനെ അങ്ങോട്ട് സെൻഡ് ചെയ്യുള്ളൂ, പ്രിൻ്റർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഇത് 0 ആയിരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എൻ്റെ മീനിങ് പ്രിൻ്റർ ഈസ് നോട്ട് റെഡി, സോ പ്രോസസ്സർ ഹാസ് ടു വെയിറ്റ്. അപ്പോൾ പ്രോസസ്സർ എന്ത് ചെയ്യും, തൽക്കാലം സെൻഡ് ചെയ്യില്ല. വീണ്ടും എന്ത് ചെയ്യും, പ്രോസസ്സർ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഇതിനെങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും, ഏത് സ്റ്റാറ്റസ് രജിസ്റ്ററിനെ, എപ്പോഴാണ് ഈ എസ് ഔട്ട് ബിറ്റ് 1 ആവുന്നതെന്നുള്ളത്. എസ് ഔട്ട് ബിറ്റ് 1 ആയിക്കഴിഞ്ഞാൽ അപ്പോൾ പ്രോസസ്സറിന് മനസ്സിലായി ഓക്കെ നൗ പ്രിൻ്റർ ഈസ് റെഡി ആൻഡ് ക്യാൻ സെൻഡ് ദി നെക്സ്റ്റ് ക്യാരക്ടർ. അപ്പോൾ എന്ത് ചെയ്യും, ക്യാരക്ടർ സെൻഡ് ചെയ്ത് കൊടുക്കും. സെൻഡ് ചെയ്യുന്നത് എങ്ങോട്ടാണ് കൊടുക്കുന്നത്, ഡാറ്റ ഔട്ട് എന്നുള്ള ഈ രജിസ്റ്ററിലോട്ടാണ്. ഈ ഡാറ്റ രജിസ്റ്ററിനകത്തോട്ട് ഫോർ എക്സാമ്പിൾ ബി എന്നുള്ള ക്യാരക്ടർ ആണെങ്കിൽ ബി എന്നുള്ള ക്യാരക്ടർ കൊടുത്തു. അപ്പോൾ പ്രിൻ്റർ എന്ത് ചെയ്യും, അത് പ്രിൻ്റ് ചെയ്യും. അപ്പോൾ ഉടനെ തന്നെ എന്ത് ചെയ്യും, ഒരു ക്യാരക്ടറോട് എത്തിക്കഴിഞ്ഞാൽ ഇത് 0 ആക്കും, പ്രിൻ്റർ ഈസ് ബിസി എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇറ്റ് ഈസ് നോട്ട് അവൈലബിൾ അല്ലെങ്കിൽ പ്രിൻ്റർ ഈസ് നോട്ട് റെഡി എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? Okay, that's about the basic operation or how the processor will communicate with the input and output devices in a simple method. അപ്പോൾ ഈ ഒരു മെത്തേഡിനാണ് നമ്മൾ പോളിംഗ് അല്ലെങ്കിൽ പോളിംഗ് എന്ന് പറയും. നമ്മൾ ഇങ്ങനെ ഒരു മെത്തേഡിന് എന്ത് പറയും, പോളിംഗ് മെത്തേഡ് എന്ന് പറയും. പോളിംഗ് മെത്തേഡ്, അതായത് പ്രോഗ്രാം കൺട്രോൾഡ് IO അല്ലെങ്കിൽ പോളിംഗ് മെത്തേഡ് എന്ന് പറയും. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രോസസ്സർ ഒരു ഡിവൈസ് റെഡി ആണോ എന്ന് കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. റെഡി ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യും, ഡാറ്റ റീഡ് ചെയ്യുകയോ റൈറ്റ് ചെയ്യുകയോ ചെയ്യും. അതായത് ഡിവൈസിൻ്റെ സ്റ്റാറ്റസ് രജിസ്റ്റർ കണ്ടിന്യൂസ്ലി ഇങ്ങനെ പോൾ ചെയ്യുക എന്ന് പറയും. പോൾ ചെയ്യാൻ മോണിറ്റർ ചെയ്യുക, മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, എപ്പോഴാണ് ഡിവൈസ് റെഡി ആവുന്നത് അപ്പോൾ മാത്രം എന്ത് ചെയ്യും, ഡാറ്റ സെൻഡ് ചെയ്യുകയോ റീഡ് ചെയ്യുകയോ ചെയ്യും. ഇതാണ് പ്രോഗ്രാം കൺട്രോൾഡ് IO ഓർ പോളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിനൊരു ചെറിയൊരു പ്രോഗ്രാം വെച്ചിട്ട് പറയാം. അപ്പോൾ ഇതിനകത്തുള്ള രജിസ്റ്റേഴ്സൊക്കെ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അത് വെച്ചിട്ട് പറയാണ്. പ്രോഗ്രാം കൺട്രോൾ, എക്സാമ്പിൾ ഫോർ പ്രോഗ്രാം കൺട്രോൾഡ് IO.